കേരളത്തിൽ ഇന്ന് മഴക്കാലം സുഖമുള്ളൊരു ഓർമ്മയല്ല. അതൊരു വിഭാഗം ജനങ്ങൾക്ക് ഭയത്തിന്റെ നാളുകളാണ്. മലവെള്ളപ്പാച്ചിലുകളിൽ പൊലിഞ്ഞ ജീവനുകളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. ഇതിങ്ങനെ പതിവായി ഓരോ വർഷവും ആവർത്തിക്കുമ്പോഴും അതിനൊരു തടയൊരുക്കാൻ അധികൃതർ എന്താണ് ചെയ്യുന്നത്? ദിവസങ്ങൾക്ക് മുന്നേ ചുഴലിക്കാറ്റുകൾ പ്രവചിക്കാനും കൊടുങ്കാറ്റുകൾ ട്രാക്ക് ചെയ്യാനും കഴിയുന്ന ഒരു കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് മുൻപ് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് മണ്ണിടിച്ചിൽ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ 13% ഭൂപ്രദേശവും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതാണ്. ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഹിമാലയവും പശ്ചിമഘട്ടവും ഉൾപ്പെടുന്നു. അങ്ങനെയിരിക്കെ മണ്ണിടിച്ചിൽ മുൻകൂട്ടി പ്രവചിക്കാൻ ഒരു സാങ്കേതിക വിദ്യ ഉണ്ടാകേണ്ടത് അത്യാവശ്യമല്ലേ? അതിന് സാധിക്കില്ലേ? സാധിക്കുമെന്നതാണ് അതിനുള്ള ഉത്തരം. കുറഞ്ഞത് അപകട സാധ്യത കൂടിയ മേഖലകളിലെങ്കിലും അങ്ങനെയൊരു സാങ്കേതിക വിദ്യയുടെ സഹായം തേടാൻ കഴിയും. ഉരുൾപൊട്ടൽ പ്രവചിക്കാനും അതിലൂടെ അപകട മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കാൻ മതിയായ സമയം നേടാനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യകൾ ശാസ്ത്രജ്ഞർ ഇതിനകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ സംവിധാനങ്ങൾ ഇതുവരെ വ്യാപകമായി ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. യഥാർത്ഥത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് കേരളം ഇതിനകം തെളിയിച്ചതാണ്. 2024 വിനാശകരമായ വയനാട് ദുരന്തത്തിന് ആഴ്ചകൾക്ക് മുൻപ് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായി. എന്നാൽ അന്ന് ആളപായമൊന്നും ഉണ്ടായില്ല. ആ പ്രദേശത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരുന്ന മുന്നറിയിപ്പ് സംവിധാനമായിരുന്നു അതിന് കാരണം. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവ മുൻകൂട്ടി അറിയാൻ 2 തരം സമീപനങ്ങളാണ് ശാസ്ത്രജ്ഞർ പ്രധാനമായും സ്വീകരിക്കാറുള്ളത്. ആദ്യത്തേത് ദുർബലമായ കുന്നിൻ ചെരുവുകളിൽ നേരിട്ട് സെൻസറുകൾ സ്ഥാപിക്കുന്ന രീതിയാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അസാധാരണമായ ചലനമുണ്ടാകുന്നതായി കണ്ടെത്തിയാൽ ഉപകരണം ഉടൻ തന്നെ അലർട്ട് പുറപ്പെടുവിക്കും. സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഈ സെൻസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുവഴി വലിയ ഗ്രാമങ്ങളെ പോലും മണ്ണിടിച്ചിലിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ അവർക്കാകുന്നുമുണ്ട്. രണ്ടാമത്തെ രീതി ആശ്രയിക്കുന്നത് സെൻസറുകളെയല്ല. മണ്ണിടിച്ചിലിന്റെ സാധ്യത കണക്കാക്കുന്നതിന് മഴ, മണ്ണിന്റെ അവസ്ഥ, പാറയുടെ ഉറപ്പ്, കുന്നിന്റെ ചരിവ് എന്നിവ പഠിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത പ്രവചന മാതൃകയാണിത്. IIT മണ്ടിയിലെ ഗവേഷകരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. സെൻസറുകൾ സ്ഥാപിച്ചിട്ടില്ലാത്ത നിരവധി വിദൂര പ്രദേശങ്ങളെപ്പോലും ഒരേ സമയം നിരീക്ഷിക്കാൻ ഈ രീതിയിലൂടെ സാധിക്കും. കഴിഞ്ഞ വർഷം ഹിമാലയൻ മേഖലയിലെ ഏകദേശം 80% മണ്ണിടിച്ചിലുകളാണ് ഇതുവഴി പ്രവചിച്ചത്. ഇതിനൊക്കെ പല പരിമിതികളുണ്ടെങ്കിലും നിലവിൽ ലഭ്യമായ ഈ രീതികൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ ഭൂപ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഉയർന്ന അപകട സാധ്യതയുള്ള പശ്ചിമഘട്ടം പോലെയുള്ള മേഖലകൾ മാപ്പ് ചെയ്ത് നിരീക്ഷണം ഏർപ്പെടുത്താൻ ഇതുവഴി സർക്കാരുകൾക്ക് കഴിയുന്നതേ ഉള്ളൂ. അതിന് മുൻഗണന നൽകുക എന്നത് മാത്രമാണ് സർക്കാർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും കേരളം പോലെ മണ്ണിടിച്ചിൽ പതിവായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വരുംവരായികകൾ നിയന്ത്രിക്കുന്നതിൽ മനുഷ്യന് പരിമിതികളുണ്ടെങ്കിലും സമയബന്ധിതമായി പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ നമുക്കാവും. അതിന് ശാസ്ത്രത്തിന്റെ സഹായം തേടുക എന്നതാണ് ചെയ്യേണ്ടത്. വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് ഒരു ചോദ്യമാണ്: ഇനിയും എത്ര ജീവനുകൾ ബലി കൊടുക്കേണ്ടി വരും?